ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് വന്ന ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പൂനെ പിടിച്ച് കെട്ടുക എന്നാണ്. കാരണം രാത്രി എല്ലാ ദിവസവും അവനെ ഞങ്ങൾ തുറന്നു വിട്ടിരിക്കും. അപ്പോൾ അവനെ കൊണ്ടുവന്ന് കെട്ടിയിട്ടതിന് ശേഷം സിറ്റൗട്ട് മൊത്തം തൂക്കും. കാരണം അവൻ്റെ രോമം മൊത്തം സിറ്റൗട്ടിൽ കാണും. എനിക്ക് അലർജിയാണ്, മോനും അലർജിയാണ്. അതുകൊണ്ട് അതിനെയൊക്കെ തൂത്ത് വൃത്തിയാക്കി മാറ്റൊക്കെ കൊണ്ട് വിരിച്ചിട്ട് പിന്നെ കൈയൊക്കെ കഴുകി നേരെ എൻ്റെ അടുക്കളയിലേക്ക് കയറും. തലേ ദിവസം ഞാൻ ചോറൊക്കെ തിളപ്പിച്ച് വെച്ചിരിക്കും. അപ്പോൾ അത് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അതിനെ തിളപ്പിക്കാൻ അങ്ങ് വയ്ക്കും. പിന്നെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ചായ ഇടുക എന്നാണ്. പാൽ ചായ അങ്ങനെ വെക്കാറില്ല എന്നല്ല, വെക്കും. ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പിള്ളേർക്ക് രണ്ടുപേർക്കും നല്ല ചുമയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പാൽ ചായ അങ്ങ് മാറ്റി. ഇടയ്ക്ക് വല്ലപ്പോഴും പാൽ ചായ ഇട്ട് കൊടുക്കില്ല. അപ്പോൾ കട്ടൻ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം ഞങ്ങളും കട്ടൻ തന്നെ കുടിക്കുന്നത്. പിന്നെ കട്ടൻ അങ്ങനെ വെള്ളം വെച്ചു, തേയിലയ്ക്ക് വെള്ളം വെച്ചു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് വെളിയിൽ വെച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ തേയില കട്ടൻ റെഡിയായി. അതിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി ഒരു ഗ്ലാസ് എടുത്ത് ഒഴിച്ച് വയ്ക്കും. ബാക്കി എടുത്ത് അടച്ച് വെച്ചിരിക്കും, പിള്ളേർ എഴുന്നേറ്റിട്ട് അവർക്കെടുത്ത് കൊടുക്കാൻ വേണ്ടി. അത് ചായ കുടിച്ചാണ് ബാക്കി എല്ലാ പണികളും ഞാൻ ചെയ്യുന്നത്. സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം എടുത്ത് അരിഞ്ഞ് വയ്ക്കും. അപ്പോഴത്തേക്ക് ഒരു വിസിലടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് വേകും. അതിനെ ഓഫ് ചെയ്ത് അങ്ങിടും. പിന്നെ രാവിലത്തെ ജോലി എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് അടുക്കള ജോലിയെല്ലാം കഴിയും. പക്ഷേ ചില ആൾക്കാർ പറഞ്ഞേക്കാം ഒരു കാലത്തും ജോലി തീരൂല, അടുക്കളയിലെ ജോലി തീരൂല. പക്ഷേ എനിക്ക് എന്തോ 1 മണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ കൊണ്ട് എൻ്റെ ജോലികളെല്ലാം തീരും. പിന്നെ ബാക്കിയുള്ള ജോലിയാണ് പാത്രം കഴുകൽ, തുണി നനയ്ക്കൽ, തൂക്കൽ, തുടയ്ക്കൽ, വീട് ക്ലീനാക്കൽ. അതൊക്കെയാണ് ഏറ്റവും വലിയ ജോലി. ചോറും കറിയും വയ്ക്കുന്നത് എനിക്ക് സിമ്പിളായിട്ടാണ് തോന്നുന്നത്. പിന്നെ എൻ്റെ സാമ്പാറെന്ന് വെച്ചാൽ സിമ്പിൾ സാമ്പാറാണ്. കഷ്ണങ്ങളെല്ലാം കൂടി അരിഞ്ഞെടുക്കും, പരിപ്പിലോട്ട് എടുത്തിടും. പിന്നെ കുറച്ച് ആവശ്യത്തിന് സാമ്പാർ പൊടി ഇടും. തക്കാളി ഇടും ഞാൻ സാമ്പാറിൽ. പുളി ഞാനിങ്ങനെ ഇടാറില്ല. തക്കാളിയാണ് അതിന് പകരം. പുളിക്ക് പകരം ഞാൻ തക്കാളിയാണ് ഉപയോഗിക്കുന്നത്. അതും ഇട്ടും സാമ്പാർ പൊടി ഇടും, ഉപ്പൊക്കെ ഇട്ട് വയ്ക്കും. 2 വിസിൽ കേൾക്കുമ്പോൾ ഓഫ് ചെയ്തിടും. പിന്നെ കടുക് വറുത്തെടുക്കും. ഇതാണ് എൻ്റെ സാമ്പാർ, സിമ്പിൾ സാമ്പാർ. പിന്നെ അടുത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിയൽ വയ്ക്കാമെന്നാണ്. അങ്ങനെ അവിയൽ അങ്ങനെ ഞാൻ എല്ലാ ദിവസവും അങ്ങനെ വെക്കാറില്ല. വല്ലപ്പോഴും അവിയൽ വയ്ക്കുള്ളൂ. കാരണം അത്രയ്ക്ക് ആർക്കും അവിയൽ അത്ര താല്പര്യമില്ല പിള്ളേർക്ക്. അതുകൊണ്ട് ഇന്ന് അവിയൽ വയ്ക്കാമെന്ന് വിചാരിച്ച് ഇന്നൊരു ദിവസം വല്ലപ്പോഴും വയ്ക്കും. അതുകൊണ്ട് ഇന്ന് വെച്ചു. അങ്ങനെ അവിയലിനുള്ള അരപ്പുകളൊക്കെ തയ്യാറാക്കി. അതും ഞാൻ സിമ്പിളായിട്ട് തന്നെ ചെയ്യുന്നത്. പച്ചക്കറികളെല്ലാം ഏത് പാത്രത്തിലാണോ നമ്മൾ അവിയൽ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ അരിഞ്ഞെടുക്കും. പിന്നെ അതിൻ്റെ കൂട്ടുകളെല്ലാം അരച്ചിട്ട് അതിലോട്ട് തന്നെ മിക്സ് ചെയ്ത് ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതിനെ അങ്ങ് എടുത്ത് അടുപ്പിൽ വയ്ക്കും. പിന്നെ ലാസ്റ്റ് ആകുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എടുത്ത് മാറ്റും. അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള അവിയലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മീനെടുത്തിട്ട് ഞാൻ വിചാരിച്ചൊന്ന് വറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വറക്കാൻ വേണ്ടി സാധാരണ നമ്മൾ വറക്കും പോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് പുരട്ടി അങ്ങ് വെച്ച്. പിന്നെ ഞാൻ തലേ ദിവസം പാത്രങ്ങളെല്ലാം ഞാൻ രാത്രി കഴുകി വെച്ചിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ആ കുട്ടയ്ക്കകത്തുനിന്ന് ഇരുന്ന പാത്രങ്ങളെല്ലാം എടുത്ത് അത് സ്ഥാനങ്ങളിലെടുത്ത് അങ്ങ് വെച്ചിട്ട് അതിനെ അങ്ങ് ചാരി വയ്ക്കും. പിന്നെ ഞാൻ തലേ ദിവസം അരി ഉഴുന്ന് അരച്ച് വെച്ചിരുന്നു. അപ്പോൾ അതിനെ എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള പാത്രത്തിലോട്ട് പകർത്തി അതിനെ അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കും. ബാക്കിയുള്ള മാവ് ഇന്നത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടി. സാധാരണ ഇഡ്ഡലിയാണ് ഞാൻ വെക്കുന്നത്, ഇഡ്ഡലി സാമ്പാറാണ്. പിന്നെ ഇന്നങ്ങ് ദോശയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് വേറൊരു പാത്രത്തിൽ ഇന്നത്തേക്ക് ആവശ്യമുള്ളതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് ഇനി അത് കലക്കി അങ്ങ് എടുത്ത് വെച്ചാൽ പിന്നെ പിള്ളേർ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് ദോശ അങ്ങ് ചൂടോടെ ചുട്ടങ്ങ് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ എൻ്റെ അവിയലായിട്ടുണ്ട്. അവിയലിൽ ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് അവിയലിനെ അങ്ങ് മാറ്റി. അടുത്ത് മീൻ വറക്കാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് പിള്ളേർ എഴുന്നേറ്റിട്ടുണ്ട്. അവർ പല്ല് തേക്കാനുള്ള ഇതും അവരുടെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നോളും. പിന്നെ സാമ്പാറിന് കടുക് വറുത്ത് അത് ഒഴിച്ചു. അങ്ങനെ സാമ്പാറും ഓക്കെ ആയി. അങ്ങനെ അവിയൽ, സാമ്പാർ, മീൻ വറുത്തതൊന്നും ഒഴിക്കണേ. അത് പട്ടിയുടെ ചോറാണ്, അതെടുത്ത് സെപ്പറേറ്റ് മാറ്റി വെച്ചിരിക്കുകയാണ് അവന് കൊടുക്കാൻ വേണ്ടി. പിന്നെ അവിടെ നിന്ന് അങ്ങ് കൈയോടെ തുടച്ച് ഇങ്ങോട്ട്. എന്നാലും എത്ര തുടച്ചെന്ന് പറഞ്ഞാലും പിന്നെയും കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് അവിടെ വീണ്ടും മൊത്തം നിറയും പാത്രമെല്ലാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പപ്പടം വറക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പപ്പടവും വറുത്ത് ദോശ ചൂടോടെ ചുട്ട് അവർ പല്ലൊക്കെ തേച്ച് റെഡിയായി. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ദോശയും ചുട്ട് വേഗം റെഡിയായി. പിന്നെ ടിഫിൻ ബോക്സ് അങ്ങോട്ട് ശരിയാക്കി വെച്ച് കൊടുത്തു. ചോറും സാമ്പാറും അവിയലും. മീൻ വറുത്തത് ഒരാൾക്ക് വയ്ക്കുള്ളൂ, കാരണം ഒരാൾ മീൻ കഴിക്കില്ല.
അതുകൊണ്ട് അവന് പപ്പടം വെച്ച് കൊടുക്കും രണ്ടുപേർക്കും. അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ രണ്ടുപേർക്കും പപ്പടം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേർക്കും പപ്പടം എടുത്ത് വെച്ച് അങ്ങനെ അതാ എൻ്റെ കുട്ടീസ് രണ്ടുപേരും സ്കൂളിലേക്ക് പോവാണ്. ടാറ്റാ. അങ്ങനെ അവർ പോയി. ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബായ്.